നമുക്കിന്നേ ജസ്റ്റ് ഒന്ന് ചോറ്റാനിക്കര ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഉള്ളിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പം ഞാൻ പുറത്തുനിന്നൊക്കെ ഉള്ളതൊന്ന് കാണിച്ചു തരാം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വൈകുന്നേരം ചോറ്റാനിക്കര തൊഴുകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വരാനൊന്നും പറ്റാത്തതുകൊണ്ടേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വേറെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ചോറ്റാനിക്കര വന്നതാട്ടോ. അപ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്നൊന്നും ഭഗവതി അവിടെ ആ ഭാഗമൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ശരിക്കും വന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അല്ല മഴയൊന്നുമില്ല, മഴയൊക്കെ മാറി. ആ കണ്ണ് കണ്ട ഭഗവതിയെ കണ്ടില്ലേ. അപ്പം ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു, അവളെയും കൂട്ടി വേറെ ഫ്രണ്ട്സിനെയും കൂട്ടി ഞങ്ങൾ വന്നത് സന്ധ്യ നല്ല രാത്രി. അല്ലാണ്ട് നമ്മുടെ അവിടുന്ന് വരുമ്പോൾ ഒന്നും ഈ വൈകുന്നേരം തൊഴുകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ താമസിക്കണം അല്ലേ. അപ്പം അത് പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഇവരുടെ വീട്ടിൽ അവളുടെ വീട്ടിലാവുമ്പോൾ പിന്നെ നമുക്കിവിടെ താമസിച്ചും എല്ലാം വന്ന് തൊഴുത് പോവാലോ അല്ലേ. അപ്പോൾ കാണൂ കേട്ടോ, എല്ലാം കാണും, റോന് കാണും. പക്ഷേ ഉള്ളിലൊന്നും നമുക്ക് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. 4 പേരുള്ള പരിപാടികൾ കാണിച്ചു തരാം. ആനയെ കണ്ടില്ല, ആനയെ കാണാനില്ല ഇവിടെ, അല്ലെങ്കിൽ വന്നതും ആനയെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറ്റാനിക്കര സീത എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം, മരിച്ചതിൻ്റെ ഫോട്ടോ ഒക്കെ. ശരി, അത് മരിച്ചും പോയോ, മുമ്പൊക്കെ കണ്ടിരുന്നത് അറിയില്ല. അപ്പം എന്നാൽ ശരി, കാണൂ കേട്ടോ. സീത മരിച്ചു 3 വർഷം മുമ്പേ. അത് പക്ഷേ ഞാൻ നാട്ടിലില്ലാത്ത സമയങ്ങളാണല്ലോ, അത് കാരണം അറിഞ്ഞിട്ടില്ല ഞാൻ. എന്തായാലും മുമ്പ് കണ്ടിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇതാണ് എന്താണ് മൂലസ്ഥാനം കേട്ടോ, ഭഗവതിയുടെ. പഴുഴമല്ലിത്തറ ആണ്, പഴുഴമല്ലിത്തറയാം ശ്രീമൂലസ്ഥാനം, കേട്ടിട്ടില്ല പാട്ട്, അത്. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് ഇവരെ തൊഴുത്, പിന്നെ ഉപദേവതകളെയൊക്കെ തൊഴുത്. നാഗങ്ങളുണ്ട്, ഇപ്പുറത്ത് ശിവനുണ്ട്. അപ്പോൾ അവരെ തൊഴുത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ശിവേലി 50 വർഷം തുടർച്ചയായിട്ട് ഒരു ഭഗവതിക്ക് ശിവേലി നടത്തിയിട്ടുള്ള ആനയാണ് സീത. സീതപ്പെണ്ണ് എന്നൊക്കെ. ഇവർക്കൊക്കെ എന്താ സ്നേഹം അറിയോ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ. അപ്പോൾ എന്തോ ഒരു പ്രശ്നം വന്നിട്ടാണ് ഭക്ഷ്യവിഷബാധയിൽ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് അത്ര മരിച്ചത്, അല്ലാണ്ട് വയസ്സായിട്ടൊന്നുമല്ല കേട്ടോ. 56 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 50 വർഷവും ഇവിടെ ഭഗവതിയുടെ തിടം പറ്റിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് 4 പുറം വൈകുന്നേരത്തെ ദീപാരാധനയും ഒക്കെ 4 വശത്തുനിന്നും വരാം കേട്ടോ. എൻട്രൻസ് ഉണ്ട് 4 വശത്തുനിന്നും നമ്മുടെ ചോറ്റാനിക്കരയ്ക്ക്. അപ്പോൾ മേൽക്കാവ്, കീഴ്ക്കാവ്. മേൽക്കാവിൽ 3 രൂപങ്ങളിലാണ് പ്രാർത്ഥിക്കുക, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. സരസ്വതി, ലക്ഷ്മി, ദുർഗ അങ്ങനെ ഉള്ള രൂപത്തിലാണ്. താഴെക്കാവിലാണെങ്കിൽ ഭദ്രകാളിയാണ്. താഴെക്കാവിലാണ് മറ്റേ ശക്തി കൂടുതൽ, ഭയങ്കര ദേഷ്യമുള്ളതെന്നൊക്കെ പറയുക കേട്ടോ. ഇത് പറ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറ നിറയ്ക്കാം. ഇത് പുതിയൊരു മണിയാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴാണ് കേട്ടോ. നല്ല ഗംഭീരമായിട്ടല്ലേ, ഓട്ടുമണി വലിയത് കുടമണി ഇങ്ങനെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്താ പ്രധാനപ്പെട്ട സമയത്ത് അടിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാതരം പറകളും. അപ്പം ഇനി നേരെ കീഴ്ക്കാവിലേക്ക്. എവിടെയും എടുക്കാൻ പാടില്ല കേട്ടോ മൊബൈലൊന്നും, അത് കാരണമാണ് എടുക്കാത്തത്. കീഴ്ക്കാവിലേക്ക് പോണ വഴി. മുമ്പ് ഇവിടെ വെറും മണ്ണ് അങ്ങനത്തെ നന്നല്ലാത്ത വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് ഇതാ കല്യാണ മണ്ഡപം ഇറക്കണു. പിന്നെ ഇവിടെ ഇത് ടൈൽസ് എല്ലാം ഒട്ടിച്ച്, ശരിക്കും ടൈൽസ് ഒട്ടിച്ചാലാ പ്രശ്നം അല്ലേ, ഒന്ന് വഴുക്കാൻ സാധ്യത. നമ്മുടെ പക്ഷികളൊക്കെ ഇങ്ങനെ വീട് എത്തിച്ചേർന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഇതാ ഈ മരത്തിൻ്റെ മുകളിൽ മുഴുവനേ പക്ഷികളാണ്. അങ്ങനെ താഴെക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ താഴെക്കാവിലേക്ക് പോണ വഴിയിലാണത്. ഇവിടെ വെടി വഴിപാട് പരിപാടിയൊക്കെ ഇവിടെയാണ് കേട്ടോ. വലിയ വെടി, ചെറിയ വെടി. ഇത് ഈ പൂജ സമയത്ത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും നമുക്ക് വെടി വഴിപാട് കഴിക്കാം. ശരിക്കും ഈ സമയത്ത് ഈ സ്ഥലത്തായിരുന്നു മുമ്പ് സീത കണ്ടിരുന്നത് കേട്ടോ. സീത ഇവിടെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ മുമ്പത്തെ അത്രയൊന്നും കടകൾ കാണാനില്ല, ഇപ്പോൾ വളരെ കമ്മി. ഉമ്മർത്തും കണ്ടില്ല മുൻഭാഗത്തെ. ഇതിപ്പോൾ ഈ പിൻഭാഗമല്ലേ. അപ്പോൾ അത് കുറേ കൃഷ്ണൻകുട്ടികൾ, നല്ല രസമല്ലേ ഇങ്ങനെ ഈ മഞ്ചാടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് വില. ഗുരുവായൂർ 100 രൂപയാണ്, ഇവിടെ 200 രൂപയിൽ തുടങ്ങും അത്രേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൃഷ്ണനെ എന്ന ഗുരുവായൂർ തന്നെ വാങ്ങിക്കളയാം, അല്ലാതെ ഇവിടെ ഇരട്ടി വില. ഇതപ്പോൾ ഈ താഴെക്കാവിലാണ് ഭദ്രകാളി രൂപമാണെന്ന് പറഞ്ഞില്ലേ. ഇവിടെയാണ് ഗുരുതി, പിന്നെ എന്താ ഈ ബാധ കൂടിയവരെ, അല്ലെങ്കിൽ പ്രേതം ബാധിച്ചവരെ അങ്ങനെയൊക്കെ പറയില്ലേ, അവർക്കൊക്കെ ഇവിടെയാണ് ഓരോരുത്തരും പറഞ്ഞിട്ടും ഒക്കെ ഇവിടെ വന്നിട്ടാണ് അവർ ഭജനി ഇരിക്കുക. അപ്പോൾ ഇവിടെ ഗുരുതി പൂജ അതൊക്കെ ഈ താഴെക്കാവിലാണ്. ഇതിവിടുത്തെ കുളമാണ്. മുമ്പൊക്കെ വന്ന സമയത്ത് ഇവിടെ കുളിക്കണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഭജനി ഇരിക്കുന്നവരൊക്കെ ഇവിടെ കുളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല കടും പച്ച പായലൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കുളമായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇവിടെ റൂം എടുത്ത് കുളിക്കലാവും ഇപ്പോൾ എല്ലാവരും എന്നാണ് തോന്നുന്നത്. ഇവിടെ ആരും കുളിക്കണ മാതിരി ഒന്നും കാണാനില്ല.
അമീബ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. കീഴ്ക്കാവിലമ്മ ഏതാ കാണുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ ഗുരുതി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചിലർ ഈ ആണി തറച്ച മരത്തിലൊക്കെ ഇങ്ങനെ കൊണ്ട് തലയടിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്കേ പേടിയാവും. മുമ്പൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗുരുതി പൂജയൊക്കെ കണ്ടിട്ടേ. അപ്പം എന്നാൽ ശരി കേട്ടോ, ടാറ്റാ.